എന്തിനാ ഇപ്പൊ വന്നത്? ഈ കിഴപ്പ് കാണാനോ? പ്രഭേട്ടൻ നിന്നെ വിശ്വസിച്ചതല്ലേ മഹി? ജീവിതത്തിലേക്ക് തിരിച്ചു വരെ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതല്ലേ? അവസാന നിമിഷം നീ ഞങ്ങളെല്ലാം ചോദിച്ചല്ലേ? ഇറങ്ങട അവിടുന്ന്. നിന്നെ ഇവിടെ ആർക്കും കാണണ്ട. എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി നീയാണ്. ഇറങ്ങി പൊക്കിലവിടുന്ന്. ഇറങ്ങ്. ഗൂഗിൾ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്റെ വിശദീകരണം ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. എനിക്ക് ജീവനുള്ളത്തോളം കാലം ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ കരുതണ്ട. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ആ പ്രഭാകരൻ മരിച്ചു. അതെ, കാര്യങ്ങൾ ഇത്രയും വേഗം നമ്മുടെ വഴിക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല. അത് പിന്നെ നാത്തും വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളുണ്ടോ? മഹിയെ വളച്ചെടുത്ത് ഈ കൈലാസത്തിൽ കയറിപ്പറ്റിയത് പോരാഞ്ഞിട്ട് അവന്റെ കിഡ്നി വരെ പകർന്നു കൊടുക്കാൻ പാകത്തിൽ അവൾ മാറ്റിയെടുത്തു. ഇതനുവദിച്ചു കൊടുത്താൽ വൈകാതെ നമ്മളെല്ലാം ഇവിടെ ഒന്ന് ഇറങ്ങേണ്ടി വരും. ശരിയാ നാത്തോനെ, ഇപ്പൊ നമ്മൾ കൊടുത്ത അടി അവൾക്ക് നല്ലൊരു ഷോക്കായിട്ടുണ്ടാവും. അതെ, സ്വന്തം അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഒരാളോട് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ ഒരാൾക്കും കഴിയില്ലല്ലോ. ഈ കാരണത്തിന്റെ പേരിൽ ഗൗരിയും മഹിയും തമ്മിൽ അകലും. അതിന് അവർക്കിടയിലുണ്ടായിരിക്കുന്ന ഈ പിണക്കം നമ്മൾ വലുതാക്കിയെടുക്കണം. അതെ, മഹിയേട്ടെ മനഃപൂർവ്വം ചതിച്ചതുകൊണ്ടാ ഗൗരിയുടെ അച്ഛൻ മരിച്ചതെന്ന് അവളെ വിശ്വസിപ്പിച്ചെടുക്കണം. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അത് നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, എനിക്കുറപ്പാ. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ ശ്രേയയും മഹിയുമായി നമ്മൾ നടത്താനിരുന്ന വിവാഹം നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ നടക്കും. അത് വേണം നാത്തോനെ. മഹിയെ ഓർത്ത് ഇവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മഹി ഭാര്യയും കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോ എന്റെ കുഞ്ഞു മരിച്ചാ ജീവിക്കുന്നത്. നിങ്ങളെല്ലാരും കൂടിയാ മഹിയേട്ടൻ എന്ന മോഹം എന്റെ മനസ്സിൽ കയറ്റിയത്. അറിയാ ശ്രേയെ, ഞാൻ നിനക്ക് തന്ന വാക്കു പാലിക്കും. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ നടന്നത്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ ഒരു കർമ്മം കൂടി ചെയ്യാനുണ്ട്. എന്താ രാഹുൽ അത്? അതൊക്കെ ഉണ്ട്, നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ നോക്കിയോളാം. നമ്മുടെ ഭാഗത്തെ പാളിച്ചുകൊണ്ട് വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോകരുത്. എല്ലാവർക്കും നല്ല ശ്രദ്ധ വേണം. ശരി, ഞാൻ ഏതായാലും ആ ഗുണ്ടയൊന്ന് വിളിക്കട്ടെ. 1-2 തെളിവുകൂടി നശിപ്പിക്കാനുണ്ട്. അതും കൂടി ചെയ്യുന്നതോടെ നമ്മൾ പൂർണ്ണമായിട്ട് സേഫ് ആവും. ശരി, വേഗം ചെല്ലേ. മോളെ വാ. ഗൗരി, നീ എന്തു വിചാരിച്ചു എന്നെക്കുറിച്ച്? നീ മഹിയെ എത്രത്തോളം നിന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നിൽ നിന്നും അവനെ അകറ്റും. ഓരോ പ്രാവശ്യവും നഷ്ടങ്ങൾ നിനക്ക് മാത്രമായിരിക്കും. ഇപ്പോ നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതുപോലെ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. എനിക്കൊന്നും കേൾക്കണ്ട. വെറുതെ ഓരോന്ന് പറഞ്ഞ് സത്യമാക്കാനും നോക്കണ്ട. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. അങ്ങനെ പറയല്ലേ ഗൗരി. നിന്റെ അച്ഛൻ എനിക്ക് അന്യനാണോ?
അദ്ദേഹത്തെ ഞാൻ എന്റെ സ്വന്തം അച്ഛനായിട്ട് കണ്ടിരുന്നത്. ഓ, അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാനും എന്റെ അച്ഛനും എന്ത് തെറ്റാ മഹിയേട്ടനോട് ചെയ്തേ? എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില എന്താന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഞാൻ നിന്റെ കാല് പിടിക്കാൻ ഗൗരി. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ? ഇങ്ങനെ ഒരു ചതി മനഃപൂർവ്വം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. അത് മാത്രം എന്റെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്ക്. അതിന്റെ ഫലം ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത് എന്റെ പാവ അച്ഛന്. ഗൗരി, നീ ഇങ്ങനെയൊന്നും പറയരുത്. നിനക്ക് എന്താ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്? അത്രയ്ക്കുള്ളോ നിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം? പ്ലീസ്, ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ അച്ഛനോടും കുടുംബത്തോടും നിങ്ങളുടെ മനസ്സിൽ പകയായിരുന്നു. ഒരവസരം വന്നപ്പോ അത് നടപ്പിലാക്കി. അതല്ലേ ഉണ്ടായത്. കഷ്ടമാണ് ഗൗരി. ശരി, നീ എന്നെ വിശ്വസിക്കണ്ട. എന്താ ഉണ്ടായെന്ന് അരവിന്ദ് പറയും. നീ എന്റെ കൂടെ ഒന്ന് വാ. എന്റെ അച്ഛൻ ഇവിടെ ജീവനറ്റ് കിടക്കുമ്പോ ഞാൻ നിങ്ങളുടെ കൂടെ വരണോ? അതല്ല ഗൗരി, അരവിന്ദ് തടവിലാണ്. അവനെ അവിടുന്ന് രക്ഷിക്കുക പോലും ചെയ്യാതെയാ ഞാൻ അച്ഛന്റെ കാര്യത്തിന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്. നമുക്ക് പോയി അവനെ രക്ഷിക്കണം. അവനെല്ലാം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞാൻ എങ്ങോട്ടും വരില്ല. എനിക്കൊന്നും അറിയാൻ വേണ്ട. അങ്ങനെ പറയരുത് ഗൗരി. നിനക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ എനിക്കൊപ്പം നീ വരണം. ഇനി ഒരിക്കലും ഒന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെടില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊരു കള്ളനാ, ചതിയൻ. നമ്മുടെ മോളെ ഓർത്ത് ഒരിക്കൽ ഒരു തവണ നീ എന്റെ വാക്ക് കേൾക്കണം. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ശരി, ഞാൻ വരാം. ഇനി ഞാൻ കേട്ടില്ല എന്ന് വേണ്ട. വാ ഗൗരി, നമുക്ക് വേഗം പോവാം. അരവിന്ദിന്റെ അവസ്ഥ അത്രയ്ക്ക് അപകടമാണ്. ഇങ്ങോട്ട് വണ്ടി എടുക്ക. വാ ഗൗരി, വാ. ഞാൻ അരവിന്ദനെ കാണിച്ചു തരാം. വാ. അരവിന്ദേ, അരവിന്ദ്, ഇവിടെയായിരുന്നു ഞങ്ങളെ പൂട്ടിയിട്ടത്. എന്നിട്ട് അരവിന്ദ് എവിടെ? അറിയില്ല. വന്നേ, നോക്ക്. ഇതുവഴിയാ ഞാൻ രക്ഷപ്പെട്ടത്. അരവിന്ദ്, അരവിന്ദ്, ഗൗരി നിക്ക്. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ? ഗൗരി, ചേട്ടാ, ഹോസ്പിറ്റലിലേക്ക് പോവാം. ഗൗരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ദയവ് ചെയ്ത് ഇനി നുണകൾ പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. വണ്ടി എടുക്കേട്ടാ. അയ്യോ അമ്മേ, ഇതെന്താ? ഇത്രയൊന്നും കുഴപ്പം ഞാൻ കണ്ടപ്പോ തോന്നിയിരുന്നില്ലല്ലോ.
മഹിയേട്ടനെയും അരവിന്ദനെയും ഇടയ്ക്ക് വെച്ച് കാണാതായതിനു ശേഷം ഞാൻ ഒത്തിരി പാടുപെട്ടാ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അമ്മയെ രക്ഷിച്ചത്. അല്ലമ്മേ, അവരെന്തിനാ അമ്മയെ ഉപദ്രവിച്ചത്? എനിക്കറിയില്ല മോനെ. അവരെല്ലാം ആരാണെന്നോ എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോയതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും വലിയ കഷ്ടമായിപ്പോയി. അത് ശരിക്കും എന്തോ വലിയ കഷ്ടകാലമാ. എല്ലാ ദുഃഖങ്ങളും ഒന്നിച്ചു വരുന്നത് കണ്ടില്ലേ? അതെ, ഈ ഒരു പ്രശ്നം കാരണം ഗൗരിയേട്ടത്തിയുടെ അച്ഛന് വേണ്ട സഹായം ചെയ്യാൻ പോലും മഹിയേട്ടന് പറ്റിയില്ല. അതൊക്കെ ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് മോനെ. ഇനി അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലമ്മേ. നമ്മൾ കരുതുന്ന പോലെയല്ലല്ലോ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നത്. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ പറ്റൂ. മോനെ, ഇനി അതൊക്കെ മറന്നേക്കേ. മഹി, നീ ഒന്ന് ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കേ. ശരീരവേദന നിനക്കും ഉണ്ടാവില്ലേ? കുഴമ്പ് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പുറത്തെ മുറിയിലിരിപ്പുണ്ട്. ഒന്നും വേണ്ടമ്മേ. മഹി ഒരിക്കലും ഒന്നും അറിയരുത്. സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് നീങ്ങി. ഇതുവരെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണ് നടന്നത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതാണ് ഞാനും മഹിയേട്ടനും തമ്മിലുണ്ടായ പിണക്കം. അച്ഛന്റെ മരണം എന്നെ വല്ലാതെ ബാധിച്ചു. അച്ഛനും ഞാനും തമ്മിൽ അത്രയും അടുപ്പമായിരുന്നു. അച്ഛന്റെ മരണത്തിന് മഹിയേട്ടൻ കാരണക്കാരനാണെന്ന ചിന്ത എന്നെ അടിമുടി തകർത്തു കളഞ്ഞു. മഹിയേട്ടനോട് ക്ഷമിക്കാൻ എന്റെ മനസ്സിനായില്ല. മഹിയേട്ടൻ എന്നോട് പലതവണ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. പലതവണ മഹിയേട്ടൻ തിരിച്ചു വിളിച്ചിട്ടും ഞാൻ കൈലാസത്തിലോട്ട് വന്നില്ല. പിന്നെങ്ങനെയാ ചേച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്? ഒരു ദിവസം എനിക്ക് അരവിന്ദിന്റെ കോൾ വന്നു. ഉടനെ നേരിൽ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അരവിന്ദിനെ കാണാൻ പോയി. എന്താ അരവിന്ദ് കാണണമെന്ന് പറഞ്ഞത്? വെറുതെ മഹിയേട്ടനെ ന്യായീകരിക്കാനാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ മഹിയെ ന്യായീകരിക്കാൻ വന്നതല്ല, എന്നെ ആരും പറഞ്ഞയച്ചതും അല്ല. പക്ഷേ സത്യം എന്താണെന്ന് ഗൗരി അറിയണം. ഒരുപക്ഷെ നാളെ ഇത് പറയാൻ ഞാൻ ജീവനോടെ ഇല്ലെങ്കിലോ? ഞാൻ പറയുന്നത് സത്യമാണ്. ഗൗരിയുടെ അച്ഛന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ഓപ്പൺ വെന്റിലേഷൻ. മഹി, നീ ആദ്യം രക്ഷപ്പെട്. ഹോസ്പിറ്റലിൽ ചെല്ലാൻ നോക്ക്. ഞാൻ പിന്നെ രക്ഷപ്പെട്ടോളാം. ഇതെല്ലാം മഹിയേട്ടനെ എന്നോട് പറഞ്ഞതാ. അന്ന് അരവിന്ദിന്റെ മുറിയിൽ നിന്നും രക്ഷിക്കാനായി ഞങ്ങൾ തിരിച്ചു വന്നതാ. മഹി പറഞ്ഞതെല്ലാം സത്യമാ. അന്ന് മഹി പോയതിനു ശേഷം ഇതെല്ലാം നിങ്ങൾ പറയുന്നതല്ലേ അരവിന്ദ്? അതെ, പക്ഷെ എനിക്ക് ഗൗരി അറിയിക്കേണ്ടത് ഇതല്ല. പിന്നെന്താ? ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ? എല്ലാം മഹിയുടെ അമ്മ ദേവയാനി ആന്റിയും അവരുടെ മകൻ രാഹുലും ചേർന്ന് ചെയ്തതാ.
ഗൗരിയും മഹിയും തമ്മിൽ അകറ്റുന്നതിന് വേണ്ടിയാ അവരിങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ഇത്രയും ദിവസം ആ ഗുണ്ടകളുടെ തടവിലായിരുന്നു. അവര് ഫോണിൽ സംസാരിക്കുന്നതും പരസ്പരം സംസാരിക്കുന്നതും എല്ലാം കേട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഈ സത്യങ്ങളെല്ലാം മഹിയേട്ടന് അറിയാവോ? ഇല്ല, മഹിയെ ഇതെല്ലാം നമുക്ക് അറിയിക്കണം. എങ്കിൽ അരവിന്ദ് വരൂ, നമുക്കിപ്പൊ തന്നെ പോവാം. ശരി. എന്തിരിപ്പാ മഹി ഇത്? നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. മഹിയേട്ടന് ഇതുവരെ ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല ആന്റി. അതെന്താ മോനെ നീ ഒന്നും കഴിക്കാത്തത്? ഇങ്ങനെ പട്ടിണി ഇരുന്നാ എന്തെങ്കിലും അസുഖം വരില്ലേ? എനിക്ക് വിശപ്പില്ലമ്മേ. നിനക്ക് വിശപ്പില്ലാത്തതിന്റെ കാരണം എനിക്കറിയാം. അരവിന്ദിന്റെ കാര്യം ഓർത്താണോ നീ വിഷമിക്കുന്നത്? അവന് അത്രയും ആയുസേ ഭഗവാൻ വിധിച്ചിട്ടുള്ളായിരുന്നു എന്ന് സമാധാനിക്കേ. അത് മാത്രാവില്ല, ഗൗരിയും മാളുവിനെയും കുറിച്ച് ഓർത്താവും മഹി വിഷമിച്ചിരിക്കുന്നത്. മഹിയേട്ടനെ വേണ്ടാതെ ഉപേക്ഷിച്ചു പോയവരെ കുറിച്ച് ഓർത്ത് മഹിയേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ശ്രേയ പറഞ്ഞതാ ശരി. നിന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുവോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവള് പോട്ടെന്ന് കരുതണം. അല്ലെങ്കിലും മഹിക്ക് ഒരു തരത്തിലും ചേരുന്ന പെണ്ണല്ല ഗൗരി. എന്തൊരു അഹങ്കാരം അവക്ക്. ഗൗരി ഒന്നും പറയരുത്, അതെനിക്കിഷ്ടമല്ല. കണ്ടോ നാത്തൂനെ, ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും അവളോടാ മഹിക്ക് സ്നേഹം. മഹിയെ ഓർത്ത് ഭക്ഷണം പോലും കഴിക്കാതെ വിഷമിച്ചിരിക്കുന്ന എന്റെ മോക്ക് യാതൊരു വിലയില്ല. എന്തിനാ അമ്മ ഇതൊക്കെ പറയുന്നത്? എനിക്ക് മഹിയേട്ടനോടുള്ള സ്നേഹം മഹിയേട്ടനെ കാണിക്കാനല്ല, അതെന്റെ മരണം വരെ എന്റെ മനസ്സിലുണ്ടായിരിക്കും. ഇതാ മഹി യഥാർത്ഥ സ്നേഹം. ഗൗരിക്ക് നിന്നോടുണ്ടായിരുന്നത് സ്നേഹമായിരുന്നില്ല. നീ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും ശ്രേയയ്ക്ക് നിന്നോട് ഇത്തിരി പോലും സ്നേഹം കുറഞ്ഞിട്ടില്ല. നീ ഇത് കാണാതെ പോകരുത്. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്കും തോന്നുന്നത് അത് തന്നെ. അല്ലെങ്കിൽ ഗൗരിക്ക് മഹിയേട്ടനെ എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും? പ്ലീസ്, എല്ലാരും കൂടി എന്നെ ഉപദ്രവിക്കാതെ കുറച്ച് മനസ്സമാധാനം താ. ഗൗരി എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയാ. അതാണോ കാര്യം? മാളുവിനെ നമുക്ക് തിരിച്ചു പിടിക്കാം. അതിനൊക്കെ ഒരുപാട് മാർഗമുണ്ട്. മക്കളുടെ മേൽ അമ്മയെ പോലെ അച്ഛനും അവകാശമുണ്ട്. കേസ് പറഞ്ഞ മോളെ നമുക്ക് വീണ്ടെടുക്കാം. അതെ, മാളുവിനെ ഞാൻ പൊന്നു പോലെ നോയിക്കോളാം. അവൾ എന്റെയും കൂടെ മോള. അതേക്കുറിച്ച് ഓർത്ത് മഹിയേട്ടന് ഒരു വിഷമവും വേണ്ട. മോനും മഹി, നാത്തൂനെ, അവൻ പോയല്ലോ. നിങ്ങൾ പേടിക്കാതെ ശ്രേയും മഹിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തും. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഗൗരിയ. അതൊക്കെ എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം. രണ്ടിനെയും രണ്ടിടത്താക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ തമ്മിൽ പിരിക്കാനും എന്നെ കൊണ്ട് സാധിക്കും. ആന്റിയെ എനിക്ക് വിശ്വസിക്കാവോ? നീ ആന്റിയെ വിശ്വസിച്ചു. നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. മഹിയുടെ ഭാര്യയായി ശ്രേയ തന്നെ ഈ കൈലാസത്തിൽ താമസിക്കും. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? അത് നേടിയെടുക്കുകയും ചെയ്യും. ആന്റി എനിക്ക് വിശ്വാസം.